അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് വീണ്ടും ഒരു മൽബറി വീഡിയോ ആയിട്ടാണ്. ഇന്ന് ഞാൻ വന്നപ്പം മൽബറി പരുത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പം ഞാൻ പറിക്കാൻ വന്നതാണ്. മൽബറി മേളിലൊക്കെ കിടപ്പുണ്ട്. അപ്പം ഞാനും അമ്മയും കൂടെ ഉണ്ടായിരുന്നു. അമ്മയും ഞാനും കൂടെ പറിക്കുകയാണ്. മൽബറി നല്ല ബ്ലാക്ക് കളറിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം എത്ര ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പറിച്ചുകൊണ്ടിരിക്കുകയാണ് മൽബറി. ഞാൻ ഓൾറെഡി ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, മൽബറിയുടെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അത് കൂടാതെ വേറെ ഒരു വീഡിയോയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുൾ വീഡിയോ ഇടുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം വലിയ ലോങ്ങൊന്നുമല്ല, ജസ്റ്റ് ഒരു കുഞ്ഞു വീഡിയോ അത്രേ ഉള്ളൂ. അപ്പം ഞങ്ങൾ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. മേളിലായിരുന്നു കേട്ടോ അതിൻ്റെ കമ്പ്. ഞങ്ങൾ പോയി പിന്നെ അതൊക്കെ താത്തി എങ്ങനെയൊക്കെയോ പറിച്ചു. അതിൻ്റെ ഞാൻ താരെ ഇങ്ങനെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ കിടപ്പുണ്ട്, ഇവിടെ കിടപ്പുണ്ട്, അത് എൻ്റെ കയ്യിലോട്ടിടുന്ന പോലെ ഞാൻ കൈയൊക്കെ നീട്ടി കൊടുത്ത് എന്നെ പറിച്ചിട്ടിടാൻ വേണ്ടി. പിന്നെ ഞാൻ കാണിച്ചൊക്കെ കൊടുത്ത്, അവിടെ കിടക്കുന്ന കണ്ടോ, ഇവിടെ കിടക്കുന്ന കണ്ടോ എന്നൊക്കെ വെച്ചിട്ട് ഞാൻ അമ്മയ്ക്ക് കുറേ കാണിച്ചു കൊടുത്തു. എന്നിട്ട് പിന്നെ അമ്മ പറിക്കുമായിരുന്നു, ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു. പിന്നെ അമ്മ പറിക്കുന്നത് കയ്യിൽ വാങ്ങിച്ചു, അത്രേ ഉള്ളൂ. ഇതെന്താണെന്നറിയാമോ? ആരും കാണാതെ ഒരു മൽബറി താരത്തൊരു ചെറിയൊരു കമ്പിൽ കിടപ്പുണ്ടായിരുന്നു പരത്തിട്ട്. അത് ഞാനാണ് കണ്ടത്. പിന്നെ ഞാനത് പറിക്കുന്നത് കണ്ടോ, ഞാനത് പറിച്ചു. കുഞ്ഞതായിരുന്നു കേട്ടോ, ബ്ലാക്ക് കളറിലായിരുന്നു. ഇതുകൊണ്ട് ഇത്രയും മൽബറിയാണ് ഞാൻ പറിച്ചത്. ഞാനും അമ്മയും കൂടെ കണ്ടോ. ഞാൻ കാണിക്കുകയാണ്, ഞാൻ ഇത്രയും മൽബറി പറിച്ചു. അടുത്തൊക്കെയാണ് മരത്തിൽ ഞാൻ പറിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഏതാണ്ടൊക്കെ ഞാൻ പറയുന്നുണ്ട്. മൽബറിയൊക്കെ പറിച്ച് കഴിഞ്ഞപ്പം മഴ വരാൻ തുടങ്ങിയിട്ടുണ്ട്, കാർമേഘമൊക്കെ മൂടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങോന്നിങ്ങനെ വരുന്ന കാണാമായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അകത്തോട്ട് കയറാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ മൽബറിയൊക്കെ കണ്ടോ പരുത്തിരിക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട്. വലുതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൽ കാണുമ്പോൾ പറയും കണ്ടോ, വലിയ ബ്ലാക്ക് കളറിൽ കിടക്കുന്നുണ്ടോ, കണ്ട. അത് പിന്നെ സൈഡിലൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒന്ന് കഴുകിയിട്ട് ഒരു പാത്രത്തിലോട്ട് ഞാനത് മാറ്റി. ഞാൻ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലോ ഏതൊക്കെയാണ് വലുത് ചെറുത് പരുത്തതെന്നൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ. കുറച്ച് റെഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നല്ല. അപ്പം ഞാൻ ഇനി കഴിക്കാൻ പോവുകയാണ്. കഴിച്ച് വായിലിട്ടപ്പോഴാണ് ഓർത്തത് എൻ്റെ തണ്ട ഇവിടെ ഉണ്ടായിരുന്നു, അതും കൂടെ വലിച്ചെടുത്തു. എന്നിട്ട് കഴിച്ചു. കൊള്ളായിരുന്നു, മധുരമൊക്കെ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇങ്ങോട്ട് നോക്കിയത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അവിടെ കണ്ടോ, അത് കണിക്കൊന്നമരമാണ് കേട്ടോ. വിഷു കഴിഞ്ഞു, എന്നിട്ടും കണിക്കൊന്ന അവിടെ നിൽപ്പുണ്ട്. അതൊക്കെ പോട്ടെ. അപ്പം നമ്മുടെ കാര്യത്തിലോട്ട് വരാം. അങ്ങനെ ആ മൽബറിയൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ബൈ ബൈ. ഞാൻ മൽബറിയൊക്കെ പറിച്ചെടുത്തോണ്ട് വന്നപ്പം തന്നെ എല്ലാവരും ബ്ലാക്ക് കളറിൽ ഇരുന്ന എല്ലാം എടുത്തുകൊണ്ട് പോയി കഴിച്ചു. വലുതൊക്കെ നോക്കി എടുത്തുകൊണ്ട് പോയി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണിക്കൊന്ന കണ്ടില്ലേ, ഞാൻ അങ്ങനെ നോക്കിയെന്നറിയാമോ, വിഷു കഴിഞ്ഞിട്ടും കണിക്കൊന്നപ്പൂ മരത്തിൽ നിറച്ച് നിൽക്കുന്നു. ഞാൻ വിചാരിച്ച വിഷുവിൻ്റെ സമയമൊക്കെ ആയപ്പം കണിക്കൊന്നപ്പൂ ഫുള്ളും കാലിയായിട്ട് ആ മരത്തിലൊന്നും കാണത്തില്ലെന്ന്, പക്ഷെ ഉണ്ട്. അതാണ് ഞാൻ അങ്ങനെ നോക്കിയത്.